കടുത്ത സമ്മർദ്ദത്തിലാണ് മലയാളി താരം സഞ്ജു സാംസൺ ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടി20 തുടർച്ചയായ മോശം പ്രകടനങ്ങളും വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷന്റെ മികച്ച ഫോമും ലോകകപ്പ് ടീമിലെ സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഭീഷണിയാകുന്നു. ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടി20 ഇന്ത്യയിന്നിറങ്ങുമ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണിലേക്കാണ്. ആദ്യ 2 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ കേട് മൂന്നാം മത്സരത്തിൽ സഞ്ജു ഇന്ന് തീർക്കുമെന്നാണ് പ്രതീക്ഷ. ലോകകപ്പ് അടുത്തിരിക്കെ 2 മത്സരങ്ങളിൽ കുറഞ്ഞ സ്കോറിന് പുറത്തായതാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. വേഗം പുറത്താകുന്നതിനേക്കാൾ താരത്തിന്റെ മോശം ഷോട്ട് സെലക്ഷനാണ് ആരാധകരെ ആശങ്കയിലാക്കുന്നത്. 2025 ജനുവരി മുതൽ ഓപ്പണിംഗ് ഇറങ്ങിയ 8 മത്സരങ്ങളിൽ 7 തവണയാണ് സഞ്ജു പവർപ്ലേയിൽ പുറത്തായത്. 8 മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് 104 റൺസാണ്. അവസാന 13 വിക്കറ്റ് കീപ്പർ കൂടിയായ ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം മത്സരത്തിൽ 32 പന്തിൽ 76 റൺസെടുത്ത് വെടിക്കെട്ട് പ്രകടനം നടത്തിയതും സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്ന് വിലയിരുത്തുന്നു ക്രിക്കറ്റ് വിദഗ്ധർ. ഇന്നിംഗ്സുകളിൽ ഒരിക്കൽ പോലും അർദ്ധസെഞ്ചുറി നേടാൻ മലയാളി താരത്തിനായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ പരിക്ക് ഭേദമായി തിലക് വർമ്മ തിരിച്ചെത്തുമ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജുവിന് ഇഷാനിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നേക്കും. റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ എന്നത് സഞ്ജു അഭിഷേക് സഖ്യത്തിന് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും എല്ലാ വിമർശനങ്ങളെയും തള്ളാൻ പോന്നൊരു പ്രകടനം സഞ്ജു ഇന്നെങ്കിലും നടത്തിയേ തീരൂ. മോശം ഫോമിനെ തുടർന്ന് ഏകദിന നായകൻ ശുഭ്മൻ ഗില്ലിനെ വരെ ടീമിൽ നിന്ന് ഒഴിവാക്കിയ കാർക്കശ്യമുണ്ട് ഇന്ത്യയുടെ പരിശീലക സംഘത്തിന്. ലോകകപ്പ് പോലെ നിർണായക ഘട്ടത്തിൽ ആശങ്കയില്ലാതെ ടീമിൽ തുടരണമെങ്കിൽ മികച്ച പ്രകടനം മാത്രമാണ് സഞ്ജുവിന് മുന്നിലുള്ള മാർഗം. ഒഴിവാക്കിയവരെക്കൊണ്ടുതന്നെ പ്രകടനം കൊണ്ട് കൈയിടിപ്പിച്ച ചരിത്രമുണ്ട് സഞ്ജുവിന്. അത് ഇന്നുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.